ഇത് നമ്മുടെ 3ാമത്തെ ഡേ ആണ്. നമ്മളെല്ലാരും റെഡിയായി ചെക്കൗട്ട് ആവാനായിട്ട് പോവാണ്. അമ്മ ഇവിടെയാണ് ഫുഡ് കഴിക്കുന്നത്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ അതാണ്. ഫുഡ് കഴിക്കാൻ കയറാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഫുഡ് വന്നു ഗൈസ്. എടി മറ്റേ കറിതാ എടി മറ്റേ കറിതാ. ഇത് നമ്മൾ പുതിയതായിട്ട് പരിചയപ്പെട്ട ഒരു അതിഥിയാണ്. ഈ പൂച്ച എന്ത് അമ്മയാകാൻ പോകുന്നു. ഭയങ്കര ഇണക്കമുള്ള പൂച്ച. ഇതെങ്ങനെയാണ് സാധനം തുറക്കുന്നത്? ചക്ക വീണ് കിടക്കുന്ന ഗൈസ്. സാന്ദ്രാമയ്ക്ക് ജാട. ഇതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്ത ഹോട്ടൽ. അല്ല ഇന്നല ഇത് പൂൾ സ്റ്റേ ആയിരുന്നു. നല്ല ഹോട്ടലായിരുന്നു. അതാണ് കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ്, അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അവിടുത്തെ ഫുഡും നല്ലതായിരുന്നു. ഹൻസികയുടെ അകത്തുനിന്ന് മേടിച്ചതാ. നമ്മൾ ബസ്സിൽ ഗൈസ്, ഇവിടെ എല്ലാം അങ്ങ് പനയാണ്. എല്ലായിടത്തും പനയാണ്. തെങ്ങ് കുറവാ. ഇത് മറ്റേ കാപ്പിച്ചെടിയാട്ടാ. ഭയങ്കര മണമെന്ന് പറഞ്ഞാൽ ഭയങ്കര മണം. വെള്ളപ്പൂവ. റോഡ് മൊത്തം അങ്ങ് വേണം. ഞാനാണെങ്കിൽ വിൻഡോ സീറ്റിലും കൂടെ ഇരിക്കുന്നത്. മൂക്കിലിങ്ങനെ അടിച്ചു കയറുന്ന. ആദ്യമേ എന്തുവാണെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ ചോദിച്ച് മനസ്സിലാക്കിയതാ. ഏക്കർ കണക്കിങ്ങനെ പിടിച്ചു നിൽക്കുക. ഇവിടെ മൊത്തം ഉണ്ട്. ഗൈസ്, നമ്മൾ ബാണാസുര സാഗർ ഡാമിൽ വന്നു. അപരൻ തൊപ്പിയുടെ അപരൻ എന്റെ തൊപ്പിയുടെ അപരൻ. പോവണ്ണീറ്റ് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നേ. ഇന്നലത്തെ ഫോട്ടോയ്ക്ക് ഇതൊക്കെ ഉണ്ടല്ലോ. ആ തൊപ്പി മേടിക്കായിരുന്നു. ചിപ്പിക്കും കൊടുക്കാം. എന്നിട്ട് അതിന്റെ അളക്കത്തറിഞ്ഞ ചിപ്പിക്കാൻ കൊടുക്കാം. അത് നോക്ക്, സൺഫ്ലവറിന്റെ. ആ കൊള്ളാല്ലേ. തലയിൽ വെച്ചോണ്ട് പോകാനല്ലേ മനുഷ്യ. തിരിച്ചെടുപ്പ് മേടിച്ചാ മതിയാ ചിപ്പിക്ക്. പിന്നെ അല്ലെങ്കിൽ ഞാൻ ചുമന്നോണ്ട് പോണ്ടേ. നീ പറഞ്ഞ മേടിക്ക്. എടി സിപ്ലൈൻ ഉണ്ട് കേട്ടോ. ആർക്കൊക്കെ സിപ്ലൈനിൽ കാരണം. സിപ്ലൈൻ ഉണ്ട് ചോദിച്ച്. നമ്മളെ സ്വന്തം ചെലവാണ്. ടിക്കറ്റ് എടുക്കണ്ടേ അതിന്? സ്വീറ്റ് ബോട്ട് അല്ല മറ്റേത്. കയാക്കിങ് വേണോ? ആ ഈ സാധനം ഉണ്ടല്ലോ വിഷയ. ഈ കുട്ടവഞ്ചികളൊക്കെ താൻ നടുക്കൊണ്ടിട്ട് ഇങ്ങനെ കറക്കും. നല്ല രസമാണ്. സ്പീഡിന് കറക്കും.
ഞാൻ വീഡിയോ ഉണ്ടായിരുന്നു. കുട്ടവഞ്ചി അല്ല, അതൊരു പ്ലാസ്റ്റിക് കണക്കത്തെ ഒരു സംഭവം വട്ടത്തിരിക്കുന്ന. ഇത്ര പേര് കയറാൻ പറ്റുള്ളൂ. ഞാൻ പക്ഷെ എന്റെ ജീവിതത്തിൽ നമുക്ക് കുറച്ചിരിക്കാൻ പറ്റുന്ന സാധനം പോണം. അതല്ലേ, ആ കറക്കുന്ന സാധനം നല്ലതാണ്. വേണോ? ആ കറക്കുന്ന സാധനം നല്ലേ വേറെ കുട്ടവഞ്ചി കണക്കത്തെ നല്ല രസമാണ്. പ്ലെയിനിലത് കയറണം എന്നുള്ളത്. അതിന്ന് നമ്മൾ സഫീന് എന്തോ നടത്തുന്നതാണ്. സിപ്പ് ലൈൻ എന്നുള്ള ആഗ്രഹം. എനിക്ക് പേടി, സത്യം പറഞ്ഞ ഹൈറ്റ് എനിക്ക് പേടിയാണ്. എനിക്ക് തലകറക്കം വരും, വീട് കണക്കൊക്കെ തോന്നും, കാലും കൈയൊക്കെ നിറയ്ക്കും. ബട്ട് സ്റ്റിൽ എനിക്കത് ട്രൈ ചെയ്യണം. സാന്ദ്രയും ഞാനും രണ്ടുപേർക്ക് ഒരുമിച്ച് കയറാൻ പറ്റുന്ന തോന്നുന്നത്. എങ്ങനെ വീഡിയോ കണ്ടത് നോക്കാം. നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. This is ബാനാസുര സാഗർ ഡാം. ബാനാസുര സാഗർ ഡാം. ഇവിടത്തെ പിരിച്ചിരി സമാനമുണ്ട്. കനോപ്പി കൊറേ ഷിക്കാരൊക്കെ എന്തുവാ കനോപ്പി? കയാക്കിങ് അല്ല ഇത്. ഇതൊക്കെ എന്തുവാ? അതൊക്കെ ഇതൊക്കെ എന്തുവാ? ഷിക്കാരൊക്കെ. ഓ, ഈ സാധനം. അപ്പൊ ഈ സാധനം എന്തുവാ? കനോപ്പി. അതാണോ ഈ കുട്ടവഞ്ചിയാണോ? ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഞങ്ങളെ കൊണ്ട് എന്നാലും നമ്മളെ ഇട്ട് വട്ടം കറക്കിയല്ലോ ഇവിടെ. ദിസ് ഈസ് ബാനാസുര സാഗർ ഡാം. ഡാം എവിടെ? ഇതൊരു വട്ടം ആഗ്രഹമില്ലേ? വോട്ടിംഗ് പോയിന്റ് അങ്ങോട്ട്. പുഷ്പ ഒരു വട്ടം ചെയ്ത് മതി. ഇന്നലെ ചെയ്തില്ല. അത് പുഷ്പ വേണ്ട. ഓരോരുത്തര് പൈസയും കൊടുത്ത് ഇവിടെ ഇറങ്ങിയില്ല. ഓരോരുത്തര് പൈസയും കൊടുത്ത ചെയ്യിപ്പിക്കുന്ന. ഇന്നലെ ഫ്രീ ആയിരുന്നു. എന്റെ ഞാൻ പറഞ്ഞിട്ടില്ല അന്ന് നിശ്ചയത്തിന് വന്നപ്പം. അത്ര ഫേമസ് അല്ല. എനിക്ക് ആക്ഷേപിക്കില്ല നീ. എന്തെങ്കിലും ഞാൻ വലിയൊരാളാവും. അല്ലേ ദിവ്യ? നിങ്ങൾ തന്നെ മറക്കണം. പിന്നെ നിന്റെ കാര്യം വൈകിട്ടുണ്ടാ? ബനാന തള്ളിയിടൂലേ വെള്ളത്തിൽ? വേണ്ട, ഡ്രസ്സില്ല. സിപ്ലൈൻ എവിടെയാണ്? അങ്ങ് അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ ഫോട്ടോ എടുക്കാം അല്ലേ? ഗൈസ്, നമ്മൾ കയാക്കിംഗ് ആണ്. കുട്ടവഞ്ചിക്ക് കയറണമെന്നും പറഞ്ഞ് നിന്നിട്ട് അവസാനം പിന്നെ അത് കറങ്ങി തിരിഞ്ഞ് കയാക്കിംഗ് ആയി കേട്ടോ. ത്രില്ലുള്ളത് ട്രൈ ചെയ്യാമെന്ന് വെച്ചു നമ്മൾ. നീ എന്നെ അറിയാനാ? അതിന് പിന്നെ നിന്നെ കൊങ്ങയൊക്കെ എടുത്ത് അടിച്ചിട്ട് ഞാൻ നിനക്ക് ആരോഗ്യം. ഞാൻ അടങ്ങിയിട്ടുള്ള അടി ഉണ്ടാക്കാതെ ഉള്ളാല് പിന്നെ ആരും അനങ്ങത്തില്ല. എന്താ പൂച്ചയെങ്ങാണോ? അയ്യേ, നീ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി. ഇവിടെ ആള് ശരിയല്ല. നീ ശരിയല്ല മോളെ, നീ ശരിയല്ല. അയ്യോ, ഒറ്റ കല്യാൻ തരും കേട്ടോ. അവിടെ പോയി കണ്ടു നിന്നെ പിടിച്ചോണ്ടേ ഞാൻ പോത്തോളൂ. എന്താ ചെരുപ്പൊക്കെ വരുന്നു? എന്തുവാ? അയ്യോ, ഇതങ്ങനെ മറിയോ? ഇതാണ് സംഭവം. ചാടിക്കോളാ? അയ്യോ, നില്ല. ഗൈസ്, നമ്മൾ തൊഴിയുകയാണ് ഗൈസ്. യെസ്, കയാക്കിംഗ് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. ഓൾമാരൊക്കെ അവിടെ നിൽക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞിട്ട് പോകുന്നില്ലേ? തൊഴിയോ?
ഇത് അവരടുത്തോട്ട് പോകണ്ട കേട്ടാ, ഇടിക്കും. അവരടുത്തോട്ട് പോവില്ല, ഞാൻ തിരിക്കാൻ നോക്കുക. അവര് നമ്മുടെ അടുത്തോട്ട് വരുന്നെന്ന് തോന്നുന്നു. തിരിയുവല്ലേ? അല്ല, അവര് കുട്ടവഞ്ചി, അവര് കുട്ടവഞ്ചി. അതിനെ നോക്കാടി. എന്നെയാണാ നീ ഒരു വൃത്തിയായിട്ട് സ്വഭാവം കാണിക്കല്ലേട്ടാ. കൊറേ നേരമായി എന്നിട്ട് കളിപ്പിക്കുന്നു. നമ്മളെന്തിനായിട്ട് തിരിഞ്ഞു പോണേ? ശരിയാണോ? അല്ല, ഇങ്ങോട്ട് ഇത് നമ്മൾ ഇടിക്കാൻ നോക്കുന്നോളൂ. ഗൈസ്, നമ്മൾ സിപ്പ് ലൈനിൽ കയറാൻ പോവുകയാണ്. ആദ്യമേ തന്നെ അവർ ഈ സേഫ് ഗാഡ്ജറ്റും കാര്യങ്ങളും അതിനകത്തിടാനുള്ള സാമഗ്രികളും മൊത്തം ഇട്ടോണ്ടിരിക്കുക. സ്പീഡിന് പോയത് പിന്നെ ഗ്രാവിറ്റി സിസ്റ്റം ആണ്. 35 സെക്കൻഡ്സ് ഭയങ്കര സ്പീഡാണ്. കുഴപ്പമില്ലടി. പേടി എനിക്ക്. പേടിയല്ലേ? ശരി. കണ്ണാടി പോവോ? ഇല്ല. സ്വന്തം കണ്ണാടി ഊരി വരുന്നുണ്ടെങ്കിൽ പിടിച്ചോ. അവളുമാരെ കാണാൻ പറ്റുമോ? നമുക്ക് അവളുമാർക്ക് കാണാൻ പറ്റും. ഈ പോകുന്ന ആൾക്കാരല്ലേ? ഇങ്ങോട്ട് പിടിച്ചോ. ഒരു കൈയല്ലേ എങ്കിലെത്താൻ അവിടെ ജർക്കിങ് ഉണ്ടാവും. നമ്മളെ ഫേസോടെ പോയി അടിക്കരുത്. അതുകൊണ്ടാണ് ചാരി ഇരിക്കാൻ പറയുന്നത് കേട്ടോ. ഫ്രണ്ട് ഇരിക്കാം. കാൽ സ്ട്രൈറ്റ് നീട്ടിച്ച് ഫ്രണ്ടോട്ട്. ഫോണ് പറ്റില്ലല്ലോ. ഇല്ല, ചാരി ഇരിക്കും. പുറകോട്ട് നല്ലോണം കുറച്ച് ചാരി. കൈയൊന്നും കിട്ടാൻ പറ്റില്ല. ഇവിടെ പിടിച്ചോട്ടോ. ഇതിൽ പിടിക്കല്ലേ, ഇവിടെ പിടിച്ചു. പോകുമ്പോൾ വേണേൽ 2 കൈയും ഫ്രീ ആയി വിട്ടുപോകാം. പിടിക്കാൻ നിർബന്ധമൊന്നുമില്ല. അവിടെ എത്താനാകുമ്പോൾ ഒരു ജർക്കിങ് ഉണ്ടാവും. ഫേസ് ഉറപ്പ് അപ്പം പിടിക്കണം. ഞാൻ ഫുൾ ടൈം പിടിച്ചോളാം. കേട്ടോ. ഫോണ് ടൈറ്റിൽ പിടിക്കണം കേട്ടോ. നിങ്ങൾ റിസ്കിലാണ് കൊണ്ടുവന്ന്.
അയ്യോ എനിക്കൊരു പേടി. അയ്യോ അയ്യോ വലയിലിടോ ഇടുന്നേ, വലയിലിടോ. പുറകിലേക്ക് പോകണ്ട, നേരന്നോ നേരം. ഈ കാല് പറയുന്നുണ്ട്. ഗൈസ്, അങ്ങനെ ഞാനും ദിവ്യയും സിപ്ലയിൽ കയറിയിരിക്കുകയാണ്. വേറെ ഒറ്റ മനുഷ്യന് കയറിയില്ല. അടിപൊളിയായിരുന്നു. ാണ് പെർ പേഴ്സൺ 400 രൂപയാണ്. അത് കണക്ക് തന്നെ അപ്പുറത്ത് കയാക്കിങ്ങിന്റെ റേറ്റ് ഒരാൾക്ക് 250, 2 പേരാണെങ്കിൽ 450. അങ്ങനെയായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. കൊറേ നടക്കണ്ടായിരുന്നു ഗൈസ്, ഞങ്ങളങ്ങ് എസ്കേപ്പ് ആയി. അടിപൊളിയായിരുന്നു. അടിപൊളി. അയ്യോ, വേറെ ഒറ്റ മനുഷ്യർ കയറില്ല. എല്ലാവർക്കും കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനമായപ്പോ ആരും കയറുന്നില്ല. എന്താണോ അയ്യോ. ചിപ്പിക്ക് ഈ ഒരു തൊപ്പിയും പിന്നെ പിള്ളേർക്ക് ചെവിയിൽ വെക്കുന്ന സാധനവും മേടിച്ചു. കഴുകി കുടിക്കാൻ പോവുകയാണ്. കഴുകി കുടിച്ചു. ഗൈസ്, ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ വീണ്ടും അതേ കടയിൽ കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് പിന്നെ നമുക്ക് ഫുഡ് കിട്ടത്തില്ല. ആയിരിക്കും. പിന്നെയുണ്ടോ? തീർന്നു. പാട്. അങ്ങനെയാണ്. പൈസ കൊടുക്കുന്നില്ല ഇതിന്റെ. ഞാൻ കൊടുത്തു. നീ തന്നാ മതി. 245 രൂപ അടച്ചിട്ടുണ്ട്. 35 രൂപ കേട്ടാ. നമ്മൾ അങ്ങനെ ഇവിടുന്ന് ഇറങ്ങുകയാണ്. വീഡിയോയിലെല്ലാം ഫോട്ടോ എടുക്കാനായിട്ട് അടിപൊളി. നമ്മളിപ്പോ എവിടെയാണുള്ളത്? ബസ്സിലല്ല. ഇപ്പൊ നമ്മൾ എവിടെയാണ് വന്നിരിക്കുന്നത്? ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ബസ്സിലല്ലേ? ഇപ്പൊ നമ്മുടെ ബസ്സിലായി. ഏത് സ്ഥലം? പൂക്കോട് ലേക്ക്. പൂക്കോട് ലേക്ക് വന്നിട്ടുണ്ടോ നേരത്തെ? പിന്നെ എങ്ങനെ സ്ഥലമൊക്കെ പഠിച്ചിട്ടില്ല അപ്പോഴല്ലേ? എന്ത് ഗൈസ് ഇറങ്ങുന്നുള്ള ഇറങ്ങുന്നു. നീ ടൂറിന് അല്ലാണ്ടോ ബസ്സിൽ കിടന്ന് ഉറങ്ങാനാണോ? ആരാടി
ആരൊക്കെയാണ് ആ തേയിലത്തോട്ടത്തിൽ ഇറങ്ങാനെന്ന് വെച്ചാൽ അവർക്കൊക്കെ വൻ നഷ്ടമായിരുന്നു. ഞാൻ വന്നിട്ട് ബാത്റൂമിൽ പോകുന്നു. എന്തിനടി നീ വന്നത്? ബാത്റൂമിൽ പോവാനാ? ഇവിടെ തണുപ്പുണ്ട്. ഇത്ര ഹൈറ്റിലേക്കാ താഴോട്ട് ഇറങ്ങണമായിരിക്കുമല്ലേ? അല്ലാതെ എന്നെ കളിയാക്കുന്ന കണ്ണുകൂട്ടിന്ന് വിളിച്ച് അമൃതയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനല്ല, സാന്ദ്രയാണെന്നാണ് പറയുന്നത്. നീ എന്റെ ബെസ്റ്റ് അല്ലേ? അവള് ബെസ്റ്റ് ഫ്രണ്ട്, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. മനസ്സിലായോ? ആരാടി നേഹനെ പോലെ കുറയ്ക്കുന്ന? ആണ്ടേ നീ ആണോടാ കുറച്ചത് നേഹനെ പോലെ? എന്ത് ചെയ്യും സൂമാവാത്ത? നീ ആണോടാ നേഹനെ? പോയ പട്ടി അതിന്റെ അമ്മയും അച്ഛനും നമ്മളെ കടിക്കും. ഗൈസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതെ ഗൈസ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കുറെ കണ്ണുകുട്ടികള്. ഇത് ഫാഷനല്ലേ? ഇത് ഫാഷനല്ലേ? അത് അങ്ങനെ തോന്നാതിരിക്കാൻ ഫാഷനാ. കണ്ണുപൊട്ടിയാൻ തോന്നാതിരിക്കാൻ തലയിൽ വെച്ച് എല്ലാരും കറുത്ത കണ്ണാടി 300 മീറ്റർ ഉണ്ട് വീടിന്. ഞാനും ഓടുന്നു. എനിക്ക് നമ്മൾ ഓടുന്നവരുണ്ടോ? നമുക്ക് സ്റ്റോറി ഇടാൻ. ഓടുന്നവരൊക്കെ മോളെ ഓടുന്ന ഓട്, ചുമ്മാ ഇങ്ങനെ ഓടിയാ മതി. അയ്യോ തുടങ്ങല്ലേ. ഓട് ഓട്, ഇന്നും എല്ലാം നടക്കുവോ? ഇത് ഓണാ. ഞാൻ കൂടെ ഓടാൻ പറ്റത്തില്ല. നീ ഓട്. ഓട് ഓട്. വീട് 1 മിനിറ്റ് ആയിട്ട് ഓടാണല്ലോ. ഒന്ന് ഓട് പിള്ളേരെ. ഗൈസ് ആ പോയ നമ്മൾ നിർത്തിയത് അടുത്ത പഞ്ചായത്തിലാണ്. ഇടും. കാറൊന്നും ഇല്ലേ? ചെറുക്കന്മാർക്ക് മേടിക്കണമായിരുന്നു. അവിടെ നോക്കാം. എനിക്ക് പിന്നെ അപ്പൊ മേടിക്കും. ചോക്ലേറ്റ് കാട്ടുതീ നോക്കിക്കോട്ടെ തുമ്മ. നമുക്ക് തിരിച്ചു വരാം ചേച്ചി. തിരിച്ചു വരുമ്പോ കാണാം. പറ്റത്തില്ല. ഒരു സാന്ദ്രം നാളെ നമുക്ക് എന്തായാലും അർമാദിക്കാം. വേറെ നമുക്കൊരു പ്രശ്നമല്ല. മറ്റേ തൊട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം. 3 ദിവസം കിട്ടും. ഒത്തിരി പേരെ കൊണ്ടുവന്നുണ്ട്, 5 പേര്. ഞങ്ങള് വണ്ടി സ്വീറ്റ് കോണിന്റെ മണം. സ്വീറ്റ് കോൺ നമുക്ക് മേടിക്കണം. കാരമൽ കോണല്ലേ? സ്വീറ്റ് കോൺ പുഴുങ്ങിയത്. ഞാൻ പോയി മടുത്ത്. എനിക്ക് ഇവിടെ നമുക്ക് ബോട്ടിംഗ് ഉണ്ടെന്നാ പറഞ്ഞിരുന്നത്. നിങ്ങൾ കാണുമ്പോഴേ നമ്മളെ പാക്കേജ് അത് പാക്കേജ്. ആ ചേട്ടൻ
നമ്മളെ പാക്കേജിൽ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ ഇല്ലല്ലേ അപ്പനായിരുന്നു. 2 പേര് ചവിട്ടിയാ മതി, ബാക്കി 2 പേർക്ക് വെറുതെ ബാക്കി ഇരുന്ന് കാഴ്ചകൾ കാണാം. എല്ലാരും പോകുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മളെ കൂടെ നിൽക്കണം. ആരൊക്കെയുടെ ഇവിടെ ഒരു ഉമ്മേശില്ലടേ പാവം. നാളത്തേക്ക് സാന്ദ്ര സേവ് ചെയ്യും. നിനക്ക് എന്തറിയാം? 8 പേരും അത് 2 ബോട്ടിൽ ഒരു 4 പേരും കൂടെ വരണം. ഈ ടിക്കറ്റ് ആർക്ക് കൊടുക്കണ്ടെങ്കിൽ ആരെങ്കിലും പോ, 4 പേര് പോ. അതില് 2 ടിക്കറ്റ് ഉണ്ട്. വേണ്ടാ നമുക്ക് തരാം. വാ നമുക്ക് അല്ല അവര് കൂടെ ആ ഉണ്ട്, നമുക്ക് കയറാം. വാ വാ വാ. ഇവിടെ ഇതിന് 2 ടിക്കറ്റ് ആയിട്ടാ. ഓ പക്ഷെ സെപ്പറേറ്റ് തന്നെ ആയിരിക്കും. ഓ ഉണ്ട്. ഗൈസ് നല്ല വ്യൂ ആണ് ഇവിടെ. തണുപ്പുണ്ട്. തണുത്ത കാറ്റ്. എന്തായാലും ഇന്ന് നല്ല കാലാവസ്ഥ. നമ്മൾ അങ്ങനെ പൂക്കോടിലേക്ക് സൈക്കിൾ പെഡലിങ്ങോ അങ്ങനെ എന്തിനുണ്ടല്ലോ അതിന്. എന്താ അങ്ങോട്ടൊന്നും പോവാൻ പറ്റൂലേ? ഇടിക്കട്ടെ അവളമാര്, എനിക്ക് ആ പാടെ കുറച്ച് ഇടിക്കട്ടെ. എനിക്ക് പട്ടി വരുന്നു. ജിമ്മെന്നങ്ങാണ്ടല്ലേ പറഞ്ഞേ? എന്റെ കാലിന്റെ വർക്കൗട്ടില്ലേ? ചാന്ദ്ര നീയല്ലേ ജിമ്മ്? വീട്ടിൽ വെറുതെ വെച്ചിരിക്കുന്ന ഞാൻ എന്തൊക്കെ സുഖമായിരുന്നു. എനിക്ക് കയറിയിരിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഞാൻ വൈകിട്ട് കളിക്കുവോ? ഞാനാണ് കളിക്കുന്നത്. ചന്ദ്രക്ക് ജയ്. കെട്ടിക്കോട്. ഞാനൊന്ന് ഇച്ചിരി വിശ്രമിക്കട്ടെ. ഇതെന്തുവാടെ? ഇതെന്തുവാടെ? ഇവിടെ വരെങ്കിലും എത്തി. എടാ ഇതെന്തുവാടെ? എന്ത് സംഭവം എനിക്ക് പോലും അറിയത്തില്ല. ഇതാണോ പൂക്കോട് ലേക്കിന്റെ ഒരു പേര് വരാനുള്ള കാരണം? ആയിരിക്കും. പൂ അടുക്ക് ഇരിക്കുന്നതാണല്ലേ. അവള് ജിമ്മിൽ പോകുമ്പോ എങ്ങനാന്നറിയോ? അവിടെ ഒരു വട്ടം പോവും. എല്ലാം നല്ല വീട്ടിട്ട് അടിച്ചു കൊടുക്കുവായിരുന്നു. പിന്നെ നമ്മള് അത്രേ ഉള്ളു ചെറിയ തിരിക്കുന്ന. അങ്ങോട്ട് പോട്ടെ, എന്താ സംഭവം എടുക്കാല്ലോ. ഈ പായലുണ്ടെന്ന് തോന്നുന്നു ചേട്ടാ. പായല് കയറി കുരുങ്ങിയാ കുടുങ്ങും. അയ്യോ വേണ്ടടേ, എനിക്ക് വീട്ടിൽ പോണോടെ. പിന്നെ ഞങ്ങളൊക്കെ എന്തിവിടെ കിടക്കാൻ വന്നോ? വീഡിയോ എടുത്ത് ഫോണുണ്ട്. ആ ഇത് പിടിച്ചോണ്ടെ പവർ ബാങ്ക്. പക്ഷെ നല്ലയാ. അവളങ്ങനെ ചെയ്തപ്പോ പെട്ടെന്നോട്ടൊന്ന് പോയി കേട്ടാ. ആ ഇപ്പൊ പക്ഷെ നീങ്ങുന്നുണ്ട്. അതായിരിക്കും ഇതിന്റെ ഒരു ട്രിക്ക്. ഏത്? അവിടെ പോയി കാണാൻ. നീ വാ, വണ്ടി തിരി. എടേ കൈയിടരുതെന്ന് പറഞ്ഞിരിക്കും. ഇതിനാ അടിയിലെങ്ങാണോ പാമ്പെങ്ങാണോ ഉണ്ടാ? ഇടരുതെന്ന് പറഞ്ഞ ഈ ഇത്രയും വെള്ളത്തിന് എന്തെങ്കിലും ഇത് കാണും. നാട്ടടിക്കുന്നുണ്ടെങ്കിലേ എന്തായിരിക്കും ഇയാളെന്ന് എടി ഞങ്ങൾ താഴെ എന്തെങ്കിലും കാണൂടെ? ആ പായലാണ് എടി ചൊറിയുള്ളതും രീതി കാണും. മനസ്സിലായോ? വാട്ടർ മോൺസ്റ്റർ വല്ലതും കാണോ? കണ്ണി കണ്ട പാടം. ആ ചേട്ടാ അങ്ങനെ പോയി ഇടിച്ചാലാ? എപ്പോഴും ടൈപ്പ് ചെയ്യണേ കേട്ടോ ചേട്ടാ.
I mean, okay. റെഡി ആദ്യം അവള് 1 2 3 Start. ഞാനാണോ നീയായി പോസ്റ്റർ. നിന്റെ സംഭവം കണ്ടിട്ട് നീ എന്തൊക്കെയാ പറഞ്ഞേ? എനിക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങൾക്ക് ടൈമാ. ക്ലോക്ക് നിങ്ങക്ക് ടൈമായി. ഇവർക്ക് ടൈമായി. ടൈം പീസ് നിനക്കോ? ക്ലോക്ക് നിനക്കോ? വെണ്ണ. അല്ലേ ഈ കൂട്ടത്തില് ഏറ്റവും വലിയ മരവണ്ടിക്ക് തന്നെ ഇയാള് കൊടുത്തല്ലേടെ മാറ്റി തിരിച്ച്. ഞാൻ ട്യൂബ്ലൈറ്റ് ആണെന്ന് നീ പറ ഞാനും കൂടെ കണ്ടു ഞാൻ ഗൈസ് നമ്മൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടുത്ത് തന്നെ നമ്മൾ ഗെയിമും കളിക്കുന്നുണ്ട്. ഇമ്പോസ്റ്റർ. ഇടിങ്ങോട്ട് വാ. കുട്ടിയാണെങ്കിൽ ഓക്കെ സ്റ്റാർട്ട്. അമര് പറ. അമരിന്ന് സാന്ദ്രന്ന് ചേട്ടൻ. നമുക്ക് ഇത് എല്ലാ ദിവസവും വേണം, എപ്പോഴും വേണം. അതില്ലാത്ത ജീവിതമില്ല. ആ ഗ്ലാസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതോ? അതൊക്കെ അങ്ങനെ പറയാമോ? എന്തായിരുന്നു പറ. അമര് വാ. ആ അത് നമ്മള് കോളേജിലൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് ആവശ്യമാണ്. നമ്മള് കൊണ്ടുപോകാറുണ്ട് ബാഗില്. എന്നെ എന്തോന്ന് ഇമ്പോസ്റ്റർ ആക്കി വെച്ചേക്കുന്നു. ഇനി പറ. അതില്ലെങ്കി ചത്തുവും. ശരിയാ, അത് വേണം. ആവശ്യ ഘടകമാണത്. അതിപ്പോ നമ്മള് പറയുന്നത് മനസ്സിലായതാ. പിന്നെ പറ 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 എത്താറായി. പറ പെട്ടെന്ന് പറ. നീയാ? ഞാനാണാ? അത് നമുക്ക് ഓരോ മണിക്കൂറും വേണം, എങ്കിലേ നമ്മളെ നിത്യകർമ്മങ്ങളൊക്കെ നടക്കത്തുള്ളൂ. ആ സാന്ദ്ര. അതില്ലെങ്കിൽ ഒരു വൃത്തി കാണത്തില്ല. അടുത്തത് ആ ഇത് 20 രൂപ ബോട്ടിൽ കിട്ടും. ഇനി പറ ഇമ്പോസ്റ്റർ ആയതാണ്. എന്നാലും 20 രൂപ ബോട്ടിൽ കിട്ടുമെന്ന് അങ്ങനെ പറഞ്ഞു. എന്തായാലും കൊടുത്തത്. എടി നിങ്ങളിപ്പോ നിങ്ങൾക്ക് വെള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാലേ എനിക്ക് പിന്നെ പറഞ്ഞുകൂടെ? പറയാം. ആ മനസ്സിലായില്ല, ബുദ്ധിയൊക്കെ ഉണ്ട്. അറിയോ? ആൽക്കഹോൾ. എല്ലാ കോളേജിലൊക്കെ എല്ലാ ദിവസവും കൊണ്ടുപോകുന്ന നെറ്റ് കാണും. എന്തോ പൊരിച്ചു തിന്ന്. ഗൈസ് നമ്മൾ എങ്ങനെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവ നേരെയാകാതെ ഇങ്ങനെ നേരെ മതിയാ? മീനയാ? ഇല്ല ഇല്ല. എന്തോ ഗൈസ് മിസ്സിന്റെ വക ഐസ്ക്രീം. പിന്നെ കൊരങ്ങനെ പേടിച്ചാണോ നിങ്ങളെങ്ങനെ ഇവിടെ വന്നെന്ന് കഴിക്കുന്ന? ഞാൻ ആലോചിക്കാൻ ചെയ്ത് നീയൊക്കെ ഇവിടെ പോയെന്ന്.
ഇതൊക്കെ എന്റെ അമ്മയുടെ ഫേവറേറ്റ് സാധനങ്ങളാ. എനിക്ക് ഭ്രാന്താണ് ഇങ്ങനെയൊക്കെയുള്ളത്. ഇതെന്റെ വീട്ടിൽ പോകണ്ട ഈ സാധനം. ഇതെന്ത് സാധനം? നമ്മൾ ഇതിൽ കോർത്തിട്ടില്ലേ നമ്മുടെ നമ്മൾ പൂക്കോട് ലേക്കിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ എന്തോ വ്യൂ പോയിന്റ് ആണ് പറയുന്നത്. താമരശ്ശേരി വ്യൂ പോയിന്റ് കാണും. ലക്കിടി വ്യൂ പോയിന്റ് അങ്ങനെ പറഞ്ഞു. അത് അവിടെ പോകും. ഭയങ്കരമായ മഴയാണ് ഗൈസ്. അതിൻ്റെ കൂടെ കോടയും. നമ്മൾ വിചാരിച്ച് നമുക്ക് വയനാട്ടിൽ വന്ന കൊടും വെയിലും ചൂടും ഒക്കെ ആയിരിക്കുമെന്ന്. പക്ഷേ ഇന്നത്തെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. കോടയും കാണാൻ പറ്റും. ഇവിടെ വന്നിട്ട് അതുമാത്രം കാണാതെ പോയിരുന്നെങ്കിൽ നമുക്ക് വിഷമമായാലും. സത്യം എന്തായാലും നമുക്ക് ഇത്രയും ചൂടത്തൊരു മഴ കിട്ടി. അത് അടിപൊളി വൈബ്. അടിപൊളി വൈബ്. അതുപോലെ തന്നെ ചെവി കൂടി അടയ്ക്കുന്ന ഭയങ്കരമായിട്ട് അടങ്ങുന്നോണ്ടാന്ന് തോന്നുന്നു. പക്ഷെ വൈബ് തന്നെ അടിപൊളി മഴ. എനിക്ക് കുറച്ചു നേരം എനർജി ഇല്ലായിരുന്നു ഗൈസ്. എന്റെ കൈവന്ന് വയ്യായിരുന്നു. ഭയങ്കര വേദന ചെയ്യുകയായിരുന്നു. ഇപ്പൊ കുറച്ച് തേയിലത്തോട്ടത്തിലൊക്കെ ഫോട്ടോ എടുക്കാൻ പോയപ്പോ സാന്ദ്ര വന്നില്ല. അതുകൊണ്ട് പെയിൻ കില്ലർ കഴിച്ചു ഞാൻ. ഇപ്പം കുറച്ച് കുറവുണ്ട്. പിന്നെ മിസ് ഒരു കുഴമ്പ് വന്നു. അത് തേച്ചപ്പോ ശരി ഓക്കെ. അത് ഞാനാ പറഞ്ഞു മേടിച്ചു കൊടുത്തത്. സാന്ദ്രയ്ക്ക് പയ്യെന്ന് പറഞ്ഞു. സാന്ദ്ര ഉറങ്ങിയില്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് പാവം തോന്നി. മക്കള് തേച്ചോന്ന് പറഞ്ഞു. മിസ്സിന്റെ കുളത്തില് കൊടുക്കണേ. പിന്നെ മേഘയുടെ ഒരു പെയിൻ കില്ലർ വാങ്ങിച്ച് കഴിച്ചപ്പോ ഞാൻ കുറച്ച് ഓക്കെ ആയി. ഇല്ലെങ്കിൽ തേഞ്ഞൊട്ടിയാനാണ്. നാളെ രാവിലെ ഒരെണ്ണം കൂടെ കഴിക്കണം. ഇല്ലെങ്കിൽ വണ്ടറിൽ അടിച്ചു പൊടിക്കാൻ പറ്റില്ല.
ഗൈസ് നമ്മൾ അങ്ങനെ ഇറങ്ങുകയാണ്. ഫുഡ് കഴിഞ്ഞു. നമ്മുടെ നൈറ്റിലെ ഫുഡ് ഇതും ആയിരുന്നു. അൽഫാമും പൊറോട്ട, ചപ്പാത്തി, റൈസ്, ഗ്രേവി, മയോണൈസ്, സലാഡ് എല്ലാം. എല്ലാരും മുഖം ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ മുഖം കഴുകിട്ട് വന്നതാണ്. എന്റെ ഫേസ് വാഷ് ആരുടെയിലുള്ള നമ്മൾ ഇനി എവിടെ പോകുന്നു? കോഴിക്കോട് ബീച്ച്. എന്താണ് നിമിഷത്തിൽ പറയാനുള്ളത്? ഇത് ഭയങ്കര ചൂടൊന്നും പറയാനില്ല. ജ്യൂസ് കുടിക്കട്ടെ. എനിക്കും കൂടെ തരുമോ? എടുത്തിട്ട് തന്നു. എനിക്ക് വെച്ചിരി ഫ്രിഡ്ജിന്നല്ലേ എടുത്തോ? ഞാൻ എടുത്ത് തണുപ്പില്ല. എന്റെ പൊന്നെ എന്തുവാടാ നിനക്ക് കാണിക്കുന്നേ? നമ്മൾ കോഴിക്കോട് ബീച്ച് എത്തിയിരിക്കുകയാണ്. കോഴിക്കോട് ബീച്ചിലൂടെ നടക്കുകയാണ്. ചേട്ടന്റെ അടുത്ത് വെച്ചിട്ട് ആ റൈഡ് ഒന്ന് പോകാൻ പറ്റുമെന്ന് ചോദിക്കായിരുന്നു. എനിക്ക് പേടിയാടിയത്. ആ ചേട്ടൻ ഫസ്റ്റ് ടൈം നമ്മൾ കോഴിക്കോട് ബീച്ചിൽ വന്നിരിക്കുന്നു ഗായ്സ്. അങ്ങനെ നമ്മളിവിടെ വന്ന് കയറിയപ്പോ തന്നെ പട്ടി നമ്മളെ നോക്കി കുറച്ച് നശിപ്പിച്ചല്ലേ. എൻട്രിയാണ് നശിപ്പിച്ചു. ആൾക്കാരും നമ്മളെല്ലാരും കൂടെ കൂവി വിളിച്ച ആൾക്കാരും മൊത്തം നമ്മളെ നോക്കി. ചേട്ടന്റെ അടുത്തൊന്ന് ചോദിച്ചിട്ട് ഗൈസ് നമ്മൾ ഈ റൈഡിൽ കയറാൻ പോവുകയാണ്. എന്റെ പുറത്തുള്ള തുണിയുണ്ടോ? കിട്ടാതാണ് ഉപ്പ് രസം. അങ്ങനൊന്നും ഞാൻ കണ്ടില്ലായിരുന്നല്ലേ. ഞാന് ഛർദിലും വരത്തില്ലല്ലേ. പേരെന്തോന്ന്? എന്നിട്ട് എന്താ ധൈര്യത്തിൽ വാങ്ങിച്ചു. ഗൈസ് ഇതെന്തോ സംഭവം ഒന്നും പറഞ്ഞു മേടിച്ച പക്ഷെ കൊള്ളത്തില്ല. എടി കൂണൊക്കെ ഉപ്പിലിട്ടത് മാങ്ങ പോലെ. പൈനാപ്പിൾ ഇതെന്ത് സംഭവം? അത് മാങ്ങയല്ലേ? അമ്പഴങ്ങയാണോ? അമ്പഴങ്ങ എങ്ങനെ മാങ്ങ മേടിക്കണം. പൈനാപ്പിൾ മേടിരടി. 10 ഹലോ നമ്മൾ കൂന്തൽ നിറച്ചത് കഴിക്കാനായിട്ട് വരികയാണ്. കൊള്ളാവോ? എനിക്കറിയത്തില്ല. ഹാർട്ട് ഷേപ്പ് ഡ്രസ് വാങ്ങിച്ചു തന്നു നമുക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ. ഇതിന് 130 ഈ ഊളൊക്കെയാണ്. ഇതിന് 130. ഇത് നമ്മൾ ഈ കടയിൽ വെച്ച വന്ന മുമ്പ് ഇവിടെ നമ്മൾ ടേസ്റ്റ് ചെയ്യും. ഷെയർ ചെയ്യാം മോളെ. നമുക്ക് നല്ലതാണെങ്കിൽ പിന്നെ മേടിക്കാം. ആവറേജ് വലിയ ഫ്ലേവർ ഒന്നുമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ ടേസ്റ്റ് ചെയ്യാൻ മക്കളെ. ടേസ്റ്റ് ചെയ്താൽ മതി. തുള്ളി ഞാൻ എടുത്തില്ല. നമ്മുടെ കക്ക അതാണോ? സ്കിഡ് കണവ. അവരെ വ്യത്യാസമല്ലേ? ഈ സാധനം ഞാൻ അവിടെ നമ്മളെ കൊല്ലത്ത് ആശ്രമത്തെ ഫുഡിന്റെ മിസ്സിൽ ഓർമ്മ അങ്ങോട്ട് കഴിയങ്ങോട്ട് പിടിയത് കളിക്കുന്നു.
ഇതെങ്ങനെ കഴിക്കുന്നേ? അപ്പൊ കഴിച്ചോക്കളെ. ഇത് പൊളിക്കണം അതിന്റെ അകത്തുനിന്ന്. ഇതൊന്ന് പിടിയടി പൊളിച്ചോ? എഴുതി പൊളിച്ചോ? എനിക്ക് ആരെങ്കിലും ടേസ്റ്റ് ചെയ്യണം. ആയിട്ടാ കളയുന്ന അവിടുന്നുണ്ട്. ഞാനല്ലേ ഇവളെ കൊണ്ട് തിരിക്കണം. മറ്റേ ഞാൻ കൊള്ളാം. നമ്മൾ പുഴുങ്ങിയിട്ട് മുളക് ഇട്ടേക്കുന്നല്ലേ? അല്ലേ? പുഴുങ്ങിയിട്ട് മുളക് ഇട്ടേക്കുന്നത്. അവിടെ വന്നായിരുന്നു നിറച്ചില്ല കൊണ്ടേ നിറച്ചു തന്നെ. നമ്മളങ്ങനെ ഒരു വെള്ളവും മേടിച്ച് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് കോഴിക്കോട് ബീച്ചിൽ നിന്ന്. വാ ഇറങ്ങ. അപ്പൊ ഗൈസ് ഇനി സ്റ്റേ ഒന്നുമില്ല. ഇനി നമ്മൾ ഡയറക്റ്റ് വണ്ടർലയിലോട്ടാണ് പോണത്. അപ്പോ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വ്ളോഗുമായി നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും.